കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 14. പട്ടാമ്പി സ്വദേശി പ്രവീണാണ് ശസ്ത്രക്രിയക്കിടെ മരിച്ചത്. 4 പേരെ കാണാതായതായി കളക്ടർ. പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ട് നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും ധനസഹായം നൽകാനും തീരുമാനം. വെടിക്കെട്ട് അപകടമുണ്ടായ മുണ്ടത്തിക്കോട് പാടശേഖരത്തിൽ പോലീസ് വ്യാപക പരിശോധന നടത്തി. വെടിക്കോപ്പുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനായിരുന്നു പരിശോധന. മുണ്ടത്തിക്കോട് ദുരന്തത്തിന് കനത്ത ചൂട് കാരണമല്ലെന്ന് പെസോ. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധന പൂർത്തിയായി. ഷോർട്ട് സർക്യൂട്ട് സാധ്യത ഉൾപ്പെടെ അന്വേഷണ പരിധി. വെടിക്കെട്ടുശാലകളിൽ സുരക്ഷ കർശനമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കുമുള്ള പ്രത്യേക ധനസഹായം വർദ്ധിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ച കുണ്ടന്നൂർ സ്വദേശി സുവിന്റെ സംസ്കാരം നടന്നു. പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ 100 കണക്കിന് പേർ അന്തിമോപചാരം അർപ്പിച്ചു. തൃശൂർ പൂരം നടത്തിപ്പിൽ തീരുമാനം നാളെ. സർക്കാർ തീരുമാനം അംഗീകരിക്കുമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം. വാർത്തകളിലേക്ക് വിശദമായി. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 14. അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന പട്ടാമ്പി സ്വദേശി പ്രവീണാണ് ശസ്ത്രക്രിയക്കിടെ മരിച്ചത്. തിരിച്ചറിഞ്ഞ 8 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയതായി കളക്ടർ അറിയിച്ചു. 4 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. 6 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. 4 പേരെ കാണാതായിട്ടുണ്ട്. വിഷ്ണു, അഭിജിത്ത്, സുരേഷ്, ഗിരീഷ് എന്നിവരെയാണ് കാണാതായത്. കൂടുതൽ വിവരങ്ങളുമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് അഭിജിത്ത് തലച്ചിത്ര ചേരുന്നു. അഭിജിത്ത്, എന്താണ് മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? അഭിജിത്തിലേക്ക് പിന്നീട് തിരിച്ചെത്താം. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് പാറമേക്കാവിന്റെ വെടിക്കെട്ട് നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ. പാലക്കാട് ജില്ലാ കളക്ടറാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. പാലക്കാട് മുതലമടയിലാണ് പാറമേക്കാവിന്റെ വെടിക്കെട്ട് നിർമ്മാണം നടന്നിരുന്നത്. വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് പൂരം നടക്കുമോ എന്ന ചർച്ച പുരോഗമിക്കുന്നതിനിടയിലാണ് കളക്ടർ പടക്ക നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അപകടം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച സർക്കാർ. അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും ധനസഹായം നൽകാനും തീരുമാനം. രാജ്യത്തെ നടുക്കിയ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് ഓൺലൈനായി ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം കളക്ടറേറ്റിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രിമാർ വിശദീകരിച്ചത്. ജുഡീഷ്യൽ അന്വേഷണത്തിനായി ജസ്റ്റിസ് CN രാമചന്ദ്രനെ സർക്കാർ നിയോഗിച്ചു. മരിച്ച ആളുകളുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപയും അടക്കം 14 ലക്ഷം രൂപ നൽകാൻ വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പരിക്കേറ്റവർക്ക് ദുരന്ത പ്രതികരണ നിധി പ്രകാരം അനുവദനീയമായ തുക ലഭ്യമാകും. അതിനു പുറമെ 2 ലക്ഷം രൂപ കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പ്രത്യേക സഹായമായി STRF നിന്ന് കിട്ടുന്ന പണത്തിന് പുറമെ CMDRF നിന്ന് 2 ലക്ഷം രൂപ കൂടി നൽകും. പരിക്കേറ്റവരെ 6 മാസക്കാലത്തേക്ക് സർക്കാരോ സ്വകാര്യ ആശുപത്രിയിലോ ചികിത്സ ചെയ്യേണ്ടി വരുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചെലവുകൾ സർക്കാർ എടുക്കാൻ നിശ്ചയിച്ചു. ആ നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ സംഖ്യ ജില്ലാ കളക്ടർക്ക് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കാനുള്ള തീരുമാനമെടുത്തു. 6 മാസക്കാലം വെച്ച് അധികമായി ചികിത്സ വേണ്ടി വന്നാൽ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശുപാർശ ചെയ്യപ്പെട്ട സ്വകാര്യ ആശുപത്രിയിൽ
വേണ്ടിവരുന്ന പൂർണ്ണമായിട്ടുള്ള ചെലവും CMDRF നിന്ന് തന്നെ അനുവദിക്കാം എന്ന് ആലോചിച്ചു. വലിയ ദുരന്തമുണ്ടായപ്പോൾ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരും ജീവനക്കാരും പ്രവർത്തിച്ചത് മാതൃകാപരവും അഭിനന്ദനാർഹവുമായ രീതിയിലാണ്. കേന്ദ്ര സഹായത്തിന് ശ്രമിക്കുമോ എന്ന ചോദ്യത്തിന് വയനാട് ദുരന്തമുണ്ടായപ്പോൾ കേന്ദ്ര സഹായത്തിന് യാചിച്ചപ്പോൾ സംഭവിച്ചത് അറിയാമല്ലോ എന്നായിരുന്നു മന്ത്രി VN വാസവന്റെ പ്രതികരണം. നമ്മളൊരു കാര്യം പൂർവ്വ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാൾ ഭയാനകമായിരുന്നു വയനാട് ദുരന്തം. നമുക്കറിയാം, ആ വയനാട് ദുരന്തത്തിന്റെ മുമ്പിൽ നമ്മൾ വലിയ രൂപത്തിൽ കേണി യാചിച്ചല്ലോ. നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മളെന്തോ ചെയ്യുക, ഒപ്പം മറ്റൊരു ശ്രദ്ധയിൽ ഇത് പെടുത്തുക, ഇതിൽ തരട്ടെ. പൂരവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് അവസാന തീരുമാനമെടുക്കും. അതിനുശേഷം ആ കാര്യങ്ങൾ വിശദീകരിക്കാം. ഇപ്പോൾ ഏതായിരുന്നാലും ആ ഒരു ഉണ്ടായ പശ്ചാത്തലത്തിൽ നമുക്ക് അഡ്വാൻസായി കയറി അത് വേണ്ടെന്ന് ഏകപക്ഷീയമായി ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരിങ്ങനെ പ്രഖ്യാപിക്കുകയോ അല്ല അതിൻ്റെ ശരി. എല്ലാവരുമായി കൂടിയാലോചിച്ചതിന് ശേഷം നാളെ അത് പ്രഖ്യാപിക്കുന്നതാണ് ശരി എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ആ ചോദ്യത്തിന് മറുപടി ഇതാണ് പ്രധാനമായും സൂചിപ്പിക്കുക. ബുധനാഴ്ച രാവിലെ ഉൾപ്പെടെ കിട്ടിയ ശരീരഭാഗങ്ങൾ DNA പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അപകടമുണ്ടാകാനുള്ള കാരണം DGP പ്രഖ്യാപിച്ച അന്വേഷണത്തിലൂടെയും ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെയും കണ്ടെത്തും. വെടിക്കെട്ട് ഒരുക്കങ്ങളിൽ സുരക്ഷാ വീഴ്ചയോ നിയമലംഘനമോ നടന്നിട്ടുണ്ടോ എന്ന് കളക്ടർ നടത്തുന്ന അന്വേഷണത്തിൽ കണ്ടെത്തും. പൂരത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യാഴാഴ്ച രാവിലെ ദേവസ്വങ്ങളുമായി നടത്തുന്ന സംയുക്ത യോഗത്തിൽ തീരുമാനിക്കുമെന്നും മന്ത്രി K. രാജൻ പറഞ്ഞു. മന്ത്രിമാരായ MP രാജേഷ്, ഡോക്ടർ R. ബിന്ദു, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ മരണം 14ആയി. പട്ടാമ്പി സ്വദേശി പ്രവീണാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയുടെ മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി മെഡിക്കൽ കോളേജിൽ നിന്നും അഭിജിത്ത് തലച്ചിറ ചേരുന്നു. അഭിജിത്ത്, എന്താണ് ഇപ്പോൾ പരിക്കേറ്റവരുടെ അവസ്ഥ? മെഡിക്കൽ കോളേജിന് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ. നിമിഷം ഇപ്പോൾ സൂചിപ്പിച്ച പോലെ നമുക്കറിയാം, 2 പേരായിരുന്നു ഇന്നലെ പരിക്കേറ്റ് ഇവിടെ വെന്റിലേറ്ററിൽ ചികിത്സയിലുണ്ടായിരുന്നത്. ഒന്ന് ഈ ലൈസൻസി ആയിട്ടുള്ള സതീശനും ഒപ്പം തന്നെ പാലക്കാട് സ്വദേശിയായ പ്രവീണുമായിരുന്നു. 45-കാരനായ പ്രവീണിൻ്റെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ന് 90% പൊള്ളൽ അദ്ദേഹത്തിന് ഏറ്റിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആന്തരിക രക്തസ്രാവവും ഉണ്ടായിരുന്നു. ഈ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ഇന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഇതിന് പിന്നാലെയാണ് മരണം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതോടുകൂടി അനൗദ്യോഗിക കണക്കിൽ 14ആയി ഈ വെടിക്കെട്ടപകടത്തിലെ മരണം മാറി. ഒപ്പം തന്നെ ഔദ്യോഗികമായിട്ട് ഇന്ന് രാവിലെ വരെ 9 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇന്ന് പ്രവീണിൻ്റെ മരണത്തോടുകൂടി അത് 10ആയി മാറിയിരിക്കുകയാണ്. നേരത്തെ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിക്കുകയുണ്ടായിരുന്നു. അതായത് അറിഞ്ഞ മൃതദേഹങ്ങളിൽ 8 പേരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു. ഒരാളുടെ ശരീരം DNA പരിശോധന നടത്തി അതിൽ സ്ഥിരീകരണം ഉറപ്പുവരുത്തിയ ശേഷം മാത്രമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. അതിൻ്റെ പരിശോധനാ ഫലം ഇന്ന് നടത്തുകയുണ്ടായി. മറ്റ് 9ഓളം ശരീര അവശിഷ്ടങ്ങളും ശരീര അവയവങ്ങളും ഇവിടെ കണ്ടെത്തുകയുണ്ടായി. അതും മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിൻ്റെ DNA പരിശോധന അടക്കം നടത്തുകയുണ്ടായി. അതിൻ്റെ പരിശോധനാ ഫലം 3 ദിവസത്തിനകം ലഭ്യമാക്കുമെന്നും കളക്ടർ അറിയിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാകും മരിച്ചവരുടെ എണ്ണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്ന് വിഷ്ണു, അതുപോലെ തന്നെ അഭിജിത്ത്, കോട്ടപ്പുറ സ്വദേശി ഗിരീഷ്, സുരേഷ്, കാഞ്ഞിരക്കോട് സ്വദേശി സുരേഷ് എന്നിവരാണ്. ഈ 4 പേരെ ഈ സംഭവത്തിന് ശേഷം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തിരച്ചിലൊന്നും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവരെ മിസ്സിംഗ് കേസിൽ ഉൾപ്പെടുത്തി ഉള്ള തിരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും അവർക്ക് വേണ്ടിയുള്ള പരിശോധനകളും തിരച്ചിലും ഒക്കെ തന്നെ വരുന്ന മണിക്കൂറുകളിലും നടത്തുമെന്ന് തന്നെയാണ് കളക്ടർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അതിദാരുണമായ ഈ സംഭവത്തിൽ കണക്ക് പ്രകാരം 14 പേരുടെ മരണം ഇതുവരെ ഉണ്ടായിരിക്കുന്നു. മറ്റ് ശരീരഭാഗങ്ങൾ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. DNA പരിശോധനാ ഫലം വരുന്നതിന് മുറയ്ക്ക് മരണത്തിൻ്റെ മറ്റൊരു കണക്ക് കൂടി പുറത്തു വരും. എന്തായാലും അതിനൊരു 3 ദിവസം കാത്തിരിക്കേണ്ടി വരും. ഇതിനൊപ്പം തന്നെ സംഭവ സ്ഥലത്ത് ഇപ്പോഴും പരിശോധനകളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരുന്നു. രാവിലെ മുതൽ തന്നെ നമുക്കറിയാം കടാവർ ഡോഗുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധനയും നടത്തിയിരുന്നു. അവിടുന്ന് ചില ശരീരഭാഗങ്ങൾ കൂടി ഇന്ന് രാവിലെയും കണ്ടെത്തുകയുണ്ടായി. അതുപോലെ തന്നെ പൊട്ടിത്തീരാത്ത മറ്റ് അമിട്ടുകൾ ഉൾപ്പെടെയുള്ളവയും കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും നാടിനെ നടുക്കിയ ഈ ഒരു വലിയ ദുരന്തത്തിൻ്റെ
ഇപ്പോഴും അതിൻ്റെ വിങ്ങൽ വിട്ടൊഴിയാത്തൊരവസ്ഥയിലാണ് മുണ്ടത്തിക്കോട് ദേശം. നമ്മൾ നേരത്തെ ആ പ്രദേശത്ത് പോയിരുന്നു. നമുക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെ അടക്കം CCTV ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്ന ഞെട്ടിക്കുന്ന ആ ഒരു ദൃശ്യങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന് തെളിയിക്കുന്നതാണ്. അപ്പം വലിയ രീതിയിലൊരു ഭൂകമ്പത്തിന് സമാനമായ വലിയ രീതിയിലുള്ളൊരു അപകടം നടന്നു. അതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഇപ്പോൾ ഈ മണിക്കൂറിൽ ഏറ്റവും ഒടുവിലായി പ്രവീണിൻ്റെ മരണം കൂടി വരുമ്പോൾ അനൗദ്യോഗികമായി 14 മരണങ്ങൾ കൂടി ഉണ്ടാകുന്നു. അത് വീണ്ടും ഈ ഒരു മരണസംഖ്യ കൂടുമെന്നുള്ളൊരു ആശങ്കയിലാണ് ഇപ്പോഴും നാടും അതുപോലെ തന്നെ ബന്ധുക്കളടക്കമുള്ളവരും. അവരുടെ ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട അവരുടെ നടുക്കം രേഖപ്പെടുത്തി ഇനി ഒരു തരത്തിലും ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടാകരുത് എന്ന തരത്തിലേക്ക് വലിയ രീതിയിലുള്ള നടുക്കം രേഖപ്പെടുത്തി അദ്ദേഹം ഇപ്പോൾ സംഭവ സ്ഥലത്തും സന്ദർശിക്കാൻ പോവുകയാണ്. ഇനി അല്പസമയത്തിനകം മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി കൂടി ഇപ്പോൾ ഈ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിക്കും. അപ്പം വലിയ രീതിയിൽ, അതായത് ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെ നടുക്കിയ വലിയ രീതിയിലുള്ളൊരു അപകടത്തിൻ്റെ ഞെട്ടൽ ഇപ്പോഴും ഈ ഒരു നാടിൽ നിന്നും വിട്ടൊഴിഞ്ഞിട്ടില്ല. അതിൻ്റെ നടുക്കത്തിൽ തന്നെയാണ് ഇപ്പോഴും പ്രദേശവാസികളടക്കമുള്ളവർ. ലിബീഷ് നിന്നും ഒപ്പം തന്നെ സംഭവ സ്ഥലത്തു നിന്നുള്ള വിവരങ്ങളാണ് അഭിജിത്ത് നൽകിയത്. വെടിക്കെട്ട് അപകടമുണ്ടായ മുണ്ടത്തിക്കോട് പാടശേഖരത്തിൽ പോലീസ് വ്യാപക പരിശോധന നടത്തി. വെടിക്കോപ്പുകളുടെ അവശിഷ്ടങ്ങളും മറ്റും കണ്ടെത്തുന്നതിനാണ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം വെടിക്കെട്ട് അപകടം നടന്ന ഈ പറമ്പിലേക്ക് കടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു. ഏറെ മണിക്കൂറുകളോളം പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ പൂർണ്ണമായും വെള്ളമൊഴിച്ചും മറ്റ് വെടിക്കോപ്പുകൾ നിർവീര്യമാക്കിയുമാണ് ഇവിടേക്ക് കടക്കാൻ സാധിച്ചത്. രാത്രിയായതിനാൽ തിരച്ചിലും ദുഷ്കരമായിരുന്നു. നേരം വെളുത്തപ്പോൾ തിരച്ചിൽ വീണ്ടും ആരംഭിച്ചു. കൃത്യമായ പരിശോധനകൾ നടക്കുകയാണ്. എത്രത്തോളം വെടിമരുന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം. ഈ വെടിക്കെട്ട് നടന്നപ്പോൾ ഇവിടെ വ്യാപകമായി വെടിമരുന്നിൻ്റെ അവശിഷ്ടങ്ങൾ പൊട്ടാത്തതുമായ, അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം, തൊട്ടടുത്ത് ഇവിടെ കിടക്കുന്നത് കാണാം, വെടിമരുന്ന് ശാലയിൽ നിന്ന് തെറിച്ചു വീണതാണ്. ഇതുപോലെയുള്ള ഇതെല്ലാം പോലീസ് ശേഖരിക്കുന്നുണ്ട്. അത് അവരുടെ ശ്രദ്ധയിൽപ്പെടാഞ്ഞിട്ടായിരിക്കാം. ദുരന്തം വളരെ ഭീതിതമായൊരു ദുരന്തം, അത് എത്രമാത്രം വലിയതാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഈ വെടിക്കെട്ട് അപകടം ഉണ്ടായപ്പോൾ തൊട്ടടുത്തായിരുന്നു, ഷാജി എന്നാണ് പേരെന്ന് പറഞ്ഞത്, തൊട്ടടുത്തുണ്ടായിരുന്നു. ഒരു 100 മീറ്റർ ഇപ്പുറത്താണ് ഞങ്ങൾ നടന്നത്. അവിടെ പണിയെടുക്കായിരുന്നു. ഞങ്ങൾ അവിടെ സൗണ്ട് കേട്ട് പുറത്തേക്ക് നടന്നിട്ട് പോകുമ്പോൾ വലിയൊരു തീ കോളാണ് കണ്ടത്. അടുത്തുനിന്ന് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ഉണ്ട്. ഞങ്ങൾ ഓടി അവിടെ ഏതാണ്ട് അടുത്തെത്തിയെങ്കിലും പക്ഷെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത ഒരു 100-150 മീറ്റർ അകലെ ഞങ്ങൾ നടന്നു. ദിവസം ഇവിടെ പണി നടക്കുന്നത് കാണാറുണ്ട്. എത്രത്തോളം പേർ എല്ലാ സമയവും പണിക്കാരായിട്ട് ഉണ്ടാവാറുണ്ട്? അവരെ ഗ്യാങ്ങിലൊരു 10-50 പേരുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ 40 പേരെ വന്നിട്ടുള്ളതാണ് കേട്ടത്. വലിയ തോതിലുള്ള പടക്കശേഖരം ഉണ്ടായിരുന്നു. പക്ഷേ അവർ തന്നെ പറയുന്നത് കുറച്ച് പടക്കങ്ങൾ പണി പൂർത്തിയായവ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. കൊണ്ടുപോയിരുന്നു. ഒരു ദിവസം മുന്നേ കൊണ്ടുപോയിരുന്നു അവിടെ. പിന്നെ ബാക്കിയുള്ളത് ഉണ്ടാവുള്ളൂ. അവർ 3 സ്ഥലത്ത് വേറെ ഉണ്ടാവും, തരണ്ടാവുള്ളൂ. അതെ, അത്രയും കുറഞ്ഞു ഇതായത്. എന്നാലും അത്രയും ഭീകരമായിട്ടുള്ള തീ ഇപ്പം തന്നെ കണ്ടിരുന്നത്. ഈ ദുരന്തം നേരിൽ കണ്ടിട്ടുള്ള ഒരു ആഘാതം, അത്രയേറെ വെടിമരുന്ന് ശേഖരം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം കുറച്ച് വെടിമരുന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയതായി പറയുന്നു. എന്നിട്ട് പോലും എത്രയേറെ വലിയ ആഘാതമായിരുന്നു ഉണ്ടായിരുന്നെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ എത്രമാത്രം വെടിമരുന്ന് ശേഖരം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ, എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ എല്ലാം കണക്കെടുപ്പ് ഉന്നത പോലീസ് മേധാവികൾ ഉൾപ്പെടെയുള്ളവർ എത്തി നടത്തുന്നു. ശ്മശാന ഭൂമിയായി മാറി വെടിക്കെട്ട് അപകടം നടന്ന പാടശേഖരം. പ്രദേശത്ത് പോലീസ് പരിശോധന പൂർത്തിയാക്കി. ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് മുണ്ടത്തിക്കോട് ഗ്രാമം ഇനിയും മുക്തമായിട്ടില്ല. ചൊവ്വാഴ്ച രാത്രി നിർത്തിവെച്ച പരിശോധന നേരം പുലർന്നതോടെ പോലീസിന്റെ നേതൃത്വത്തിൽ പുനരാരംഭിച്ചു. അപകടം നടന്ന പറമ്പിന് ചുറ്റുമുള്ള പാടശേഖരങ്ങളിലും പ്രദേശത്തെ വെള്ളക്കെട്ടുകളിലും പരിശോധന നടത്തി. ചിതറിത്തെറിച്ച വെടിക്കോപ്പുകളും ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. ഒരു ദിവസം മുമ്പ് വരെ കൂട്ടമായിരുന്ന് ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞിരുന്ന തൊഴിലെടുത്തിരുന്ന തൊഴിലാളികൾ, അവരിൽ ഭൂരിഭാഗം പേരും ഓർമ്മയായിരിക്കുന്നു. അപകടത്തിൻ്റെ ബാക്കിയാവുന്നത് ശ്മശാന സദൃശമായ ഈ പറമ്പ് മാത്രമാണ്. ഈ പറമ്പിന് ചുറ്റുമുള്ള വയലിൽ വെടിക്കോപ്പുകളുടെ അവശിഷ്ടങ്ങളോ ശരീരാവശിഷ്ടങ്ങളോ ഉണ്ടോ എന്ന പരിശോധന പോലീസ് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്നുള്ള മടക്കമാണ്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. മുണ്ടത്തിക്കോട് ദുരന്തം കനത്ത ചൂട് കാരണമല്ലെന്ന് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ ഷോർട്ട് സർക്യൂട്ട് സാധ്യതയുൾപ്പെടെ അന്വേഷണം പുരോഗമിക്കുകയാണ്.
ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധന പൂർത്തിയായി. അപകട കാരണം എന്താണ് എന്നതിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് റിപ്പോർട്ട് നിർണായകമാകും. ലൈസൻസ് ഉണ്ടെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചിരുന്നു എന്നതും പരിശോധിച്ചു വരികയാണ്. വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. വെടിക്കെട്ട് ശാലകളിൽ സുരക്ഷ കർശനമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ഇനി ഇത്തരം കാര്യങ്ങൾ കൂടുതൽ സുരക്ഷാപരമായ നടപടികൾ മുൻകൂട്ടി സ്വീകരിക്കണം. വെടിക്കെട്ട് ഒഴിവാക്കണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷാ കാര്യങ്ങൾ ചെയ്യണം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത് നന്നായി ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ സമീപ 1-2 വർഷങ്ങളിൽ അതിന് വീഴ്ച പറ്റിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വളരെ ഗൗരവത്തോടു കൂടി കാണണം. മനുഷ്യജീവന് അപകടകരമായ രീതിയിലുള്ള ഒരു കാര്യവും നടക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കുമുള്ള പ്രത്യേക ധനസഹായ തുക വർദ്ധിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിക്കാതെ വെടിക്കെട്ടിനുള്ള സൗകര്യങ്ങൾ ഒരുക്കരുത്. അപ്പോൾ ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെ കേന്ദ്ര ഗവൺമെൻറ് 2 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചത്. അത് ശരിയല്ല, അത് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. പരിക്കേറ്റവർക്ക് 50,000 രൂപയാണ് കൊടുത്തത്, അതും വർദ്ധിപ്പിക്കണം. സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായ അവരുടെ കുടുംബത്തെ താങ്ങി നിർത്തണം. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടിയെടുക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി.എം. സുധീരൻ പറഞ്ഞു. ഓരോ ദുരന്തം കഴിയുമ്പോഴും വളരെയേറെ ചർച്ചകൾ വ്യാപകമായി ഉണ്ടാവാറുണ്ട്. ഓരോ ദുരന്തം കഴിയുമ്പോഴും ഇനി എങ്ങനെ ഇതെല്ലാം ഒഴിവാക്കാൻ സാധിക്കും എന്ന ആഴത്തിലുള്ള ചർച്ച തന്നെയാണ് ഉണ്ടാകാറ്. ആ ചർച്ചകളെ തുടർന്ന് അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടുകളെ തുടർന്ന് ഫലപ്രദമായ നടപടി ദീർഘവീക്ഷണത്തോടുകൂടി ഉണ്ടാകാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടാകും. ഫലപ്രദമായ കരുതൽ നടപടികൾ, സുരക്ഷാ നടപടികൾ പാലിക്കാനും ശ്രമിക്കാറില്ല. അതുകൊണ്ട് നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ ഈ ദുരന്തത്തെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം, സമഗ്രമായ അന്വേഷണം ശാസ്ത്രീയമായ തലത്തിൽ തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Discover a Rico there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. വീണ്ടും വാർത്തകളിലേക്ക്. മുണ്ടത്തിക്കോട് അപകടം സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായം, സാമ്പത്തിക സ്ഥിതി എന്നിവ കണക്കിലെടുത്ത് നഷ്ടപരിഹാരം നൽകണം. ഇപ്പോൾ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക അന്തിമമാകരുത്. പൂരം നടത്തിപ്പ് സംബന്ധിച്ച് ഉത്തരവാദിത്വപ്പെട്ടവർ സമചിത്തതയോടെ കാര്യങ്ങൾ തീരുമാനിക്കണമെന്നും KPCC പ്രസിഡന്റ് പറഞ്ഞു. രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു വലിയ ദുരന്തമാണ് തൃശ്ശൂരിലുണ്ടായത്. അതിൻ്റെ വേദനയുടെ ആഴം പറയാൻ കഴിയാത്തതാണ്. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ വേദനയിൽ പങ്കുചേരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ നടപടികൾ ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്നു, ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. അനുഭവങ്ങൾ നമ്മളെ പാഠം പഠിപ്പിക്കുന്നില്ല എന്ന ദുരവസ്ഥയുണ്ട്. ഇതൊരു വലിയ അനുഭവ പാഠമായിട്ട് ഉൾക്കൊള്ളാൻ എല്ലാവരും തയ്യാറാകണം. മുൻകരുതലുകൾ ആവശ്യമായത് വേണം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മെഡിക്കൽ കോളേജിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. പാർട്ടി നേതാക്കളാകെ ഇന്നലെയും ഞങ്ങളോടൊപ്പമെല്ലാം ആശുപത്രിയിലും നടന്ന വാർത്താവുമായി ബന്ധപ്പെട്ട് വളരെയേറെ ശ്രദ്ധയോടുകൂടി
അപകടത്തിൽപ്പെട്ട് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവർക്കായ പ്രാർത്ഥനയോടെ ബന്ധുക്കൾ. ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ് തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ. മുണ്ടത്തിക്കോട് വെടിക്കെട്ടപകടത്തിൽ പരിക്കേറ്റ നിരവധി പേരാണ് ഈ ആശുപത്രി കെട്ടിടത്തിനകത്തുള്ളത്. അവരുടെ ബന്ധുക്കൾ പുറത്ത് കാത്തു നിൽക്കുന്നു, ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുമോ എന്ന ആശങ്കയോടെ. പൊള്ളലേറ്റവർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുമ്പോൾ പ്രാർത്ഥനയോടെ പുറത്ത് കാത്തു നിൽക്കുകയാണ് ഉറ്റവർ. ചിലർക്ക് ഉറ്റവരുടെ മരണം പോലും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇത് സ്ഥിരീകരിക്കാനാവൂ. ചികിത്സയിലുള്ളവരിൽ തന്നെ 70% പൊള്ളലേറ്റവരുണ്ട്. ഇവർ ഉൾപ്പെടെയുള്ളവർ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ആശങ്കയോടെയും പ്രാർത്ഥനയോടെയും കാത്തിരിപ്പാണ് ബന്ധുക്കൾ. TCV തൃശൂർ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ച എരുമപ്പെട്ടി കുണ്ടന്നൂർ സ്വദേശി സുവിന്റെ സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടന്നു. വീട്ടിൽ നടന്ന പൊതുദർശനത്തിൽ 100 കണക്കിന് പേർ അന്തിമോപചാരം അർപ്പിച്ചു. കുണ്ടന്നൂർ മുതുകാട്ടിൽ വിജയൻ സുലോചന ദമ്പതികളുടെ മകനാണ് 40-കാരനായ സുവിൻ. മുട്ടിക്കലിലെ വർക്ക്ഷോപ്പിലെ പെയിന്റിംഗ് തൊഴിലാളിയാണ് സുവിൻ. വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ള സുവിൻ പൂരക്കാലങ്ങളിൽ വെടിക്കെട്ട് പണിക്കും പോകാറുണ്ട്. 2 ദിവസം മുൻപാണ് മുണ്ടത്തിക്കോടുള്ള വെടിക്കെട്ട് ശാലയിലേക്ക് ജോലിക്ക് പോയി തുടങ്ങിയത്. ഭാര്യ അഞ്ജുവിനോടും മകൻ 8 വയസ്സുകാരൻ നിരഞ്ജൻ കൃഷ്ണനോടും യാത്ര പറഞ്ഞ് ഇന്നലെ രാവിലെ 7 മണിക്കാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. രാത്രി 11 മണിയോടെ സുവിന്റെ ചേതനയേറ്റ ഭൗതിക ശരീരമാണ് വീട്ടിലേക്ക് എത്തിയത്. വെടിക്കെട്ട് അപകടം അറിഞ്ഞതു മുതൽ സുവിനൊന്നും സംഭവിക്കരുതേ എന്ന വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്രാർത്ഥന വൃഥാവിലായി. എന്നാൽ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി സുവിൻ യാത്രയായി. നാട്ടുകാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും പൂരപ്രേമികളും ഉൾപ്പെടെ നിരവധി പേരാണ് സുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ മരണപ്പെട്ടവരിൽ ചിറക്കൽ ഇഞ്ചമുടി സ്വദേശി. വടക്കേപ്പുരയ്ക്കൽ ബാലൻ മകൻ 40 വയസ്സുള്ള ബിജീഷിന്റെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. പകുതിയിലധികം ശരീരം നഷ്ടപ്പെട്ട ബിജീഷിന്റെ ചെവിയിലെ സ്റ്റഡ് കണ്ട് ബന്ധുക്കൾ മെഡിക്കൽ കോളേജിലെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ DNA പരിശോധനയ്ക്ക് ശേഷമാണ് ഔദ്യോഗികമായി ബിജീഷിന്റെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിച്ചത്. മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ബിജീഷ്. വെടിക്കെട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് സുഹൃത്തും അയൽവാസിയുമായ സുധീറിനൊപ്പം തിരുവമ്പാടിയുടെ വെടിക്കെട്ട് നിർമ്മാണ സ്ഥലത്ത് സഹായികളായി പോയിരുന്നത്. മോഹൻലാലിന്റെ മകൾ വിസ്മയ അഭിനയിക്കുന്ന തുടക്കം എന്ന സിനിമയുടെ ജോലി തീർത്തു കഴിഞ്ഞതിന് ശേഷമാണ് വെടിക്കെട്ട് പുരയിലേക്ക് പോയത്. 15 വർഷമായി ബിജേഷ് സുഹൃത്തിനൊപ്പം സഹായിയായി പോകാറുണ്ട്. തൃശൂർ പൂരത്തിന്റെ മുഴുവൻ സമയ വെടിക്കെട്ടിലും ഇവർ പങ്കാളികളാകാറുണ്ട്. തിരുവമ്പാടിയുടെ കൊടിയേറ്റത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട് നിർമ്മാണ സമയത്തും ഇവർ അവിടെ എത്തിയിരുന്നു. അപകട ദിവസം സുധീർ എയർപോർട്ടിൽ മറ്റൊരു സുഹൃത്തിനെ കൊണ്ടുവിടാൻ പോയതുകൊണ്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ, വെടിക്കെട്ട് ഇൻചാർജ് ശശിധരൻ, കമ്മിറ്റി മെമ്പർമാർ എന്നിവർ ബിജീഷിന്റെ വീട്ടിലെത്തി വീട്ടുകാരെ സമാശ്വസിപ്പിച്ചു. TCV തൃപ്രയാർ. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അപകടത്തിൽ മരിച്ച പഴയന്നൂർ വെന്നൂർ സ്വദേശി പറക്കുണ്ടിൽ സുദർശന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. 30 വർഷമായി വെടിക്കെട്ട് തൊഴിൽ ചെയ്യുന്ന സുദർശനൻ വിഷുവിന് വീട്ടിലെത്തിയ ശേഷം 2 ദിവസം മുൻപാണ് മടങ്ങിയത്. വെണ്ണൂർ രാധാകൃഷ്ണന്റെ കീഴിലായിരുന്നു കൂടുതൽ കാലവും ജോലി ചെയ്തിരുന്നത്. വീട്ടിൽ നടന്ന സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം പാമ്പാടി ഐവർ മഠത്തിൽ സംസ്കരിച്ചു. വെടിക്കെട്ടുപുരയിലുണ്ടായ അപകടത്തിൽ മരിച്ച ചങ്ങരംകുളം ആലങ്കോട് അട്ടക്കുന്ന് സ്വദേശി പള്ളിയാലിൽ മണികണ്ഠന്റെ മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചു. അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി നാടൊന്നാകെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. വികാരനിർഭരമായ രംഗങ്ങൾക്കാണ് വീടും പരിസരവും സാക്ഷ്യം വഹിച്ചത്. ജനപ്രതിനിധികളും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ മണികണ്ഠന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം സംസ്കാരം പൊന്നാനിയിൽ നടന്നു. തൃശൂർ പൂരം നടത്തിപ്പിൽ തീരുമാനം നാളെ. സർക്കാർ തീരുമാനം അംഗീകരിക്കുമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ അറിയിച്ചു. ദേവസ്വം ജില്ലാ ഭരണകൂട യോഗം നാളെ രാവിലെ 10:30 നടക്കും. യോഗം വിളിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതായി ദേവസ്വം മന്ത്രി VN വാസവൻ അറിയിച്ചു. നാളെ നടക്കുന്ന യോഗത്തിന് ശേഷമായിരിക്കും പൂരം നടത്തിപ്പിൽ തീരുമാനമുണ്ടാവുക. സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുക്കില്ല. ദേവസ്വങ്ങളുമായി കൂടിയാലോചന നടത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുക. അതേസമയം തിരുവമ്പാടി ഇത്തവണ വെടിക്കെട്ടിനില്ലെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ പറഞ്ഞു. സർക്കാരും ജനങ്ങളും പറയുന്നത് അംഗീകരിക്കും.
ആഘോഷപൂർവ്വം പൂരം നടത്താനുള്ള ഒരു സാഹചര്യമില്ല. ഇപ്പോൾ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങളെ ചേർത്തു നിർത്താനുള്ള കാര്യങ്ങളിലാണ് ദേവസ്വത്തിന്റെ ശ്രദ്ധയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവമ്പാടി ദേവസ്വത്തിലെ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ 5 പേരും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഏതന്വേഷണത്തെയും ദേവസ്വം സ്വാഗതം ചെയ്യുന്നു. നിരോധിത വെടിമരുന്ന് ഉൽപ്പന്നങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ദേവസ്വം കരുതുന്നത്. മുണ്ടത്തിക്കോട് സതീശന് ദേവസ്വം കരാർ നൽകിയിരിക്കുകയാണ്. അദ്ദേഹം മറ്റു ഉത്സവങ്ങളുടെയും പെരുന്നാളുകളുടെയും ജോലികൾ കൂടി ഏറ്റെടുത്തിരിക്കാമെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു. അപകടത്തിൽ അട്ടിമറിയില്ലെന്നും ദേവസ്വം സെക്രട്ടറി കൂട്ടിച്ചേർത്തു. തൃശൂർ പൂരം നടത്തിപ്പിൽ ജനവികാരവും ആചാര അനുഷ്ഠാനങ്ങളും മാനിച്ച് ജില്ലാ ഭരണകൂടത്തോട് ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് പാറമക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷും വ്യക്തമാക്കി. TCV തൃശൂർ. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വടക്കുംനാഥ ക്ഷേത്രം ശ്രീലകത്തെ നെയ്മല ഇടിഞ്ഞത് ചർച്ചയാക്കി വിശ്വാസികൾ. 1 മാസം മുൻപാണ് ശ്രീകോവിലിലെ നെയ്മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞത്. ഇത്തരം സാഹചര്യങ്ങളിൽ ദേവപ്രശ്നപ്രകാരം പ്രതിവിധി ചെയ്യാറുണ്ടെന്ന് വിശ്വാസികൾ പറഞ്ഞു. മറ്റു വാർത്തകൾ നോക്കാം. വാൽപ്പാറ ചുരത്തിൽ ടെമ്പോ ട്രാവലർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു. ചികിത്സയിലായിരുന്ന 39 വയസ്സുകാരൻ നൌഷാദാണ് മരിച്ചത്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കെയാണ് അന്ത്യം. പാങ്ങ് GLP സ്കൂളിലെ ബസ് ഡ്രൈവറായിരുന്നു. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 10 ആയി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അപകടമുണ്ടായത്. മലപ്പുറം പാങ്ങ് LP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും ഉൾപ്പെടെ 13 പേരടങ്ങുന്ന സംഘം സഞ്ചരിച്ചിരുന്ന വാൻ വാൽപ്പാറ ചുരത്തിൽ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അന്ന് 5 അധ്യാപകരും ജീവനക്കാരും ഒരു കുട്ടിയും ഉൾപ്പെടെ 9 പേർ മരിച്ചിരുന്നു. ഇരിങ്ങാലക്കുടയിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലുണ്ടായ തീപിടുത്തത്തിൽ ₹1,00,000 നഷ്ടം. ഠാണാവ് ചന്തക്കുന്നിൽ ബിഷപ്പ് ഹൌസിന് എതിർവശത്തായി പ്രവർത്തിക്കുന്ന സ്മിത സിൽക്സ് എന്ന വസ്ത്രശാലയിലാണ് തീപിടുത്തമുണ്ടായത്. കട പൂർണ്ണമായും കത്തിനശിച്ചു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് അപകടം നടന്നത്. വർഷങ്ങളായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഷോപ്പിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി തീപിടുത്തമുണ്ടായത്. 3 അഗ്നിരക്ഷാസേനയുടെ വാഹനങ്ങളെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഷോർട്ട് സർക്യൂട്ട് ആകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തെ തുടർന്ന് തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഇരിങ്ങാലോട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കടങ്ങോട് തെക്കുമുറിയിൽ പേവിഷബാധയെന്ന് സംശയിക്കുന്ന തെരുവ് പൂച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെക്കുമുറി അയ്യപ്പൻകാട്ടിൽ ശ്രീജൻ, ഇടുകാട്ട് വീട്ടിൽ ചന്ദ്രമതി എന്നിവരെയാണ് പൂച്ച ആക്രമിച്ചത്. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന ശ്രീജനെയാണ് തെരുവ് പൂച്ച ആദ്യം ആക്രമിച്ചത്. പിന്നീട് ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് ഓടിക്കയറിയ പൂച്ച വീട്ടിനുള്ളിൽ വെച്ച് ചന്ദ്രമതിയെ ആക്രമിക്കുകയായിരുന്നു. ഇതിനുശേഷം തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നിരുന്ന പൂച്ചയും തെരുവ് നായ്ക്കളെയും കടിച്ചു. പരിഭ്രാന്തരാക്കിയ പൂച്ചയെ വാർഡ് മെമ്പർ പ്രമീള മണികണ്ഠന്റെ നേതൃത്വത്തിൽ അനിമൽ റെസ്ക്യൂ പ്രവർത്തകനായ ബൈജു, അഭിലാഷ് കടങ്ങോട്, വിനോദ് കുമാർ, അനന്തു എന്നിവരും നാട്ടുകാരും ചേർന്ന് വലയിട്ട് പിടിച്ച് നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ്. വാണിയംപാറയിൽ 2.5 വയസ്സുകാരന് പാമ്പുകടിയേറ്റു. കൊമ്പഴ മാളിയേക്കൽ വീട്ടിൽ ശ്യാം പീറ്ററിന്റെ മകൻ 2.5 വയസ്സുകാരൻ ആദമിനാണ് പാമ്പുകടിയേറ്റത്. കുട്ടി ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് ഇന്നലെ രാത്രി പാമ്പിന്റെ കടിയേറ്റതെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. കുട്ടി അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. കൊടുങ്ങല്ലൂരിൽ ബന്ധുവിനോടൊപ്പം യാത്ര ചെയ്യവേ ഇരുചക്ര വാഹനത്തിൽ നിന്നും വീണ് പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. മതിലകം കൂളിമുട്ടം മേലെഴുത്ത് ഷാജഹാന്റെ ഭാര്യ 48 വയസ്സുള്ള സാബ്രയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ഞായറാഴ്ച രാത്രി എടവരങ്ങം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തായിരുന്നു അപകടം. ഹമ്പ് ചാടുന്നതിനിടയിൽ മോട്ടോർ ബൈക്കിന്റെ പിൻസീറ്റിൽ നിന്നും വീണ സാബ്രയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സംഭവ സമയത്ത് അതുവഴി വന്ന MLA E.T. ടൈസൺ തന്റെ കാറിൽ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ എത്തിച്ചു. ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മരിച്ചത്. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തിരുനാളിന്റെ വരവറിയിച്ച് പുണ്യാളൻ പ്രദേശത്തിന്റെ നേതൃത്വത്തിൽ നഗര വിളംബര ഘോഷയാത്ര നടന്നു. ലില്ലിപ്പു കൈരന്തിയ വിശുദ്ധ യൗസേപ്പ് പിതാവും വിളംബരം മുഴക്കുന്ന പട്ടാളക്കാരും മാലാക കുട്ടികളുമെല്ലാം വിളംബര ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി വിളംബര ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. പുണ്യാളൻ പ്രദേശ് പ്രസിഡന്റ് തോമസ് പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. നടത്തുകൈക്കാരൻ ജോസഫ് ലിയോ, KO ബാബു, VV ജോഷി, ആൽബർട്ട് തരകൻ, VV ജോർജ്, ബിജു മേലിട്ട്, തോമസ് തരകൻ തുടങ്ങിയവർ സംസാരിച്ചു. വളർത്തുനായെ കല്ലെറിഞ്ഞതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഗൃഹനാഥനെ വധിക്കാൻ ശ്രമിച്ച 3 പേരെ പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഏനാമാവ് കരുമന്തല സ്വദേശികളായ നമ്പുള്ളി സന്ദീപ്, വടക്കുംതല വീട്ടിൽ മുകേഷ്, കാര്യാടൻ വീട്ടിൽ അമൽജിത്ത് എന്നിവരെയാണ് പാവർട്ടി SHO ആന്റണി ജോസഫ് നെറ്റോയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കരുവന്തല കറുപ്പം വീട്ടിൽ ഇബ്രാഹിം മകൻ ആരിഫിനെയാണ് പ്രതികൾ ആയുധങ്ങൾ ഉപയോഗിച്ച് മർദ്ദിച്ചത്. ആരിഫിന്റെ വീട്ടിൽ വളർത്തുന്ന നായയെ കല്ലെറിഞ്ഞത് ആരിഫ് ചോദ്യം ചെയ്യുകയും തുടർന്ന് തർക്കമാവുകയുമായിരുന്നു. തുടർന്നാണ് പ്രതികൾ 3 പേരും ചേർന്ന് ആയുധങ്ങൾ കൊണ്ട് ആരിഫിനെയും ആരിഫിന്റെ കുടുംബാംഗങ്ങളെയും മർദ്ദിച്ചത്. ആരിഫിന്റെ സ്കൂട്ടർ തല്ലി തകർക്കുകയും ചെയ്തിട്ടുണ്ട്.
നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസിൽ നിന്നും സൈക്കാട്രിക് സോഷ്യൽ വർക്ക് എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ ചെമ്പൂച്ചിറ സ്വദേശി അരുൺ മാരാത്തിനെ പട്ടികജാതി ക്ഷേമ സമിതി മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. PK സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശിവരാമൻ ഉപഹാരം സമ്മാനിച്ചു. ഏരിയ സെക്രട്ടറി PK കൃഷ്ണൻകുട്ടി ഷോൾ അണിയിച്ചു. ഏരിയ പ്രസിഡന്റ് PV മണി, VS സുബീഷ്, സീവ ശ്രീധരൻ, CK ശ്രീജിത്ത്, CS രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. സ്ത്രീകൾക്ക് അധികാര പങ്കാളിത്തം ഉറപ്പാക്കാൻ മോദി സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയെ തോൽപ്പിച്ച ഇന്ത്യ മുന്നണിയുടെ നിലപാടിനെ ശക്തമായ പ്രതിഷേധവുമായി നേരിടുമെന്ന് BJP നോർത്ത് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. 28-ന് വടക്കാഞ്ചേരിയിൽ മഹിളാ മുന്നേറ്റ റാലി നടത്തും. ഒപ്പ് ശേഖരണം, പോസ്റ്റ് കാർഡ് നിവേദനങ്ങൾ അയക്കൽ എന്നിവയും നടക്കും. 28 വരെ മണ്ഡലം തലത്തിൽ മഹിളാ സംഗമം, സമ്പർക്ക പരിപാടികൾ എന്നിവയും ഉണ്ടാകും. 29, 30 ദിവസങ്ങളിൽ മണ്ഡലം കേന്ദ്രങ്ങളിൽ സെമിനാറുകളും പ്രദർശനങ്ങളും നടത്തും. ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ, ജില്ലാ സെക്രട്ടറി സോഫിയ ശ്രീജിത്ത്, KM ജമീല, നിത്യ സാഗർ, NN ജിജിമോൾ, PM കൃഷ്ണപ്രിയ, സിന്ധു ശശീന്ദ്രബാബു, ഗോപിക മനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ തിരുപ്പതി എന്നറിയപ്പെടുന്ന ഗുരുവായൂർ തിരുവെങ്കടാചലപതി ക്ഷേത്രത്തിലെ ബ്രഹ്മോത്സവം ഇന്നു മുതൽ 29 വരെയുള്ള ദിവസങ്ങളിലെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 23-ന് വൈകിട്ട് 6-ന് ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആധ്യാത്മിക കലാസാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് ജനാർദ്ദനൻ നെടുങ്ങാടി സ്മാരക പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അഷ്ടപതി ഗായിക മഞ്ജു രവീന്ദ്രൻ നേതൃത്വത്തിൽ 101 കലാകാരന്മാർ ചേർന്നൊരുക്കുന്ന മെഗാ സോപാന സംഗീതം അരങ്ങേറും. 24-ന് രാവിലെ ബ്രഹ്മകലശാഭിഷേകം നടക്കും. രാത്രി 8 മണിക്ക് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിക്കും. 27-ന് ഉത്സവ ബലിയും 28-ന് പള്ളിവേട്ടയും നടക്കും. 29-ന് ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. ഭാരവാഹികളായ ചന്ദ്രൻ ചങ്കത്ത്, ബാലൻ വാറനാട്ട്, രാജു കലാനിലയം, ശശി വാറനാട്ട്, ഹരി കൂടത്തിങ്കൽ, ഗോപി മനയത്ത്, സന്തോഷ് ചീരടത്ത്, P രാഘവൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നാട്ടിക 4ാം വാർഡിലെ വിദ്യാർത്ഥികളെ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. റാനിഷ് K രാമൻ, ശ്രീദേവി സദാനന്ദൻ, സരോജിനി പേരോത്ത്, പുഷ്പ ഞായക്കാട്ട് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കോട്ടപ്പുറം കിഡ്സിന്റെയും അഴീക്കോട് ഫെഡറേഷനുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മാമോഗ്രാം ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. അഴീക്കോട് സെന്റ് തോമസ് റോമൻ കത്തോലിക്ക ചർച്ചിൽ നടന്ന ക്യാമ്പ് എമിലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഫാദർ വിൻ കുരിശിംഗിൽ അധ്യക്ഷത വഹിച്ചു. കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി, കിഡ്സ് അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ വിനു പടമാട്ടുമൽ, വാർഡ് മെമ്പർ പ്രസീന റാഫി, സാമൂഹ്യ ശുശ്രൂഷ സമിതി കൺവീനർ ജോഫ്രി പറപ്പുള്ളി, ബ്ലോക്ക് മെമ്പർ ഷമി മുഹമ്മദ്, അനിമേറ്റർ ലൈല സേവ്യർ, കിഡ്സ് കോർഡിനേറ്റർ ഷെർലി മൈക്കിൾ എന്നിവർ സംസാരിച്ചു. പാവർട്ടി തിരുനാളിനോടനുബന്ധിച്ച് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ച് അവലോകന യോഗം ചേർന്നു. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ അധ്യക്ഷത വഹിച്ചു. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി തിരുനാളിന്റെ പ്രത്യേകതകൾ വിശദീകരിച്ചു. കുടിവെള്ള വിതരണത്തിന് വാട്ടർ കിയോസ്കുകൾ സ്ഥാപിക്കും. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഹരിത കർമ്മസേനയുടെ സേവനം പ്രയോജനപ്പെടുത്തുമെന്നും പഞ്ചായത്തിന്റെ അധീനത്തിലുള്ള എല്ലാ സ്ഥലങ്ങളും വാഹന പാർക്കിങ്ങിന് വിട്ടു നൽകുമെന്നും സ്വകാര്യ വ്യക്തികളും സ്ഥലങ്ങൾ പരമാവധി പാർക്കിങ്ങിനായി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പോലീസ് സേന കൂടാതെ 501 അംഗ വളണ്ടിയർ സേനയും തിരക്ക് നിയന്ത്രിക്കാൻ രംഗത്തുണ്ടാകും. കടകളുടെ മുൻപിൽ പരമാവധി പാർക്കിംഗ് ഒഴിവാക്കിയും തിരുനാൾ ദിനങ്ങളിൽ കയറ്റിറക്ക് ഒഴിവാക്കിയും സഹകരിക്കാമെന്ന് വ്യാപാരി പ്രതിനിധികൾ ഉറപ്പു നൽകി. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീഷ്മ ബാബുരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AA ഫിജിന, ബ്ലോക്ക് വികസന ചെയർപേഴ്സൺ MK അനിൽകുമാർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ VJ വർഗീസ്, ഉമ്മർ സലീം, സുഹ്രാബി ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു. കൊടും ചൂടിൽ തളർന്നുവരുന്ന വഴിയാത്രക്കാർക്ക് കുളിർമയേകാൻ കൊടകര പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സംഭാര വിതരണം സംഘടിപ്പിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനയൻ തോട്ടപ്പള്ളി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS അഭിലാഷ്, ജനപ്രതിനിധികളായ ലിൻഡോ കരുത്തി, ഗിരിജ ശ്യാംകുമാർ, ജിൻസി റാഫി, അസിസ്റ്റന്റ് സെക്രട്ടറി MA സുനിൽകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കേരളത്തിലെ സ്വാശ്രയ സ്കൂളുകളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ അൺഎയ്ഡഡ് സ്കൂൾസ് പ്രൊട്ടക്ഷൻ കൗൺസിൽ കമ്മിറ്റി യോഗം തൃശൂർ ദേവമാത CMI സ്കൂളിൽ സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് യോഗം സംഘടിപ്പിച്ചത്. സ്വകാര്യ സ്കൂളുകളോട് സർക്കാർ തുടരുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും തുല്യനീതി ഉറപ്പാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കൂടാതെ സ്കൂൾ കെട്ടിടങ്ങളെ കെട്ടിട നികുതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും സ്കൂൾ സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവിലെ അപ്രായോഗിക നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കണമെന്നും യോഗം സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ദിശാനിർണയം നൽകാൻ യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്തെ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏകോപിത പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും തീരുമാനമായി. ദേശീയ വിദ്യാഭ്യാസ നയം പ്രാവർത്തികമാക്കുന്നത് സംബന്ധിച്ച് CBSE മാസ്റ്റർ ട്രെയിനറായ ഡോക്ടർ ദിനേശ് ബാബു വിശദീകരിച്ചു. ജില്ലാ പ്രസിഡന്റ് ആദിത്യ വർമ്മരാജ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് ഫാദർ ജെയിംസ് മുല്ലശ്ശേരി,
സംസ്ഥാന ജനറൽ സെക്രട്ടറി PS രാമചന്ദ്രൻ പിള്ള, ട്രഷറർ സരോഷ് എബ്രഹാം, ഓർഗനൈസിംഗ് സെക്രട്ടറി ജേക്കബ് ജോർജ്, ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി, ദേവമാത സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോയ്സ് എളവത്തിങ്കൽ, ആക്ടിംഗ് സെക്രട്ടറി EK ഷംസുദ്ദീൻ, ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തഷ്ണത്ത് തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. ഇനി വാണിജ്യം. മിഖായേൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 4ാമത് ഷോറൂം പുന്നിയൂർക്കുളം ആൽത്തറയിൽ പ്രവർത്തനം ആരംഭിച്ചു. വർഷത്തെ സേവനങ്ങളിലൂടെ ജനമനസ്സിൽ ഇടം നേടിയ മിഖായേൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ 4ാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം സിനിമാ താരം നവ്യ നായർ നിർവഹിച്ചു. വയലത്തൂർ ഇടവക വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ ആശീർവാദ കർമ്മം നടത്തി. ഡയമണ്ട് സെക്ഷന്റെയും ആദ്യ സംരംഭമായ മിഖായേൽ മെഡിക്കൽസിന്റെയും ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. മിഖായേൽ ചിറ്റ്സിന്റെ ഉദ്ഘാടനം മിഖായേൽ ഗ്രൂപ്പ് ചെയർമാൻ ബാബു ജോസ് നിർവഹിച്ചു. മിഖായേൽ ക്യാപിറ്റലൈസ് സീരിയൽ താരം അനുഷ ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള മിഖായേൽ ലാബും പ്രവർത്തനം ആരംഭിച്ചു. പുന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒരു മാസത്തേക്ക് 1700 രൂപയുടെ ഫുൾ ബോഡി ചെക്കപ്പ് 500 രൂപയ്ക്കും ഷുഗർ പ്രഷർ ടെസ്റ്റുകൾ സൗജന്യമായും നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഉദ്ഘാടനത്തിനെത്തുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത 25 പേർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകി. പൊന്നിയൂർക്കുളം പഞ്ചായത്ത് അംഗം ഷിമോദ് കാട്ടിശ്ശേരി, KGSDA ആൽത്തറ യൂണിറ്റ് സെക്രട്ടറി TJ റോയ്, മിഖായേൽ ഗ്രൂപ്പ് ഫൗണ്ടർ VM ജോസ്, ഡയറക്ടർമാരായ എഡ്വിൻ, ബിജി ആലപ്പാട്ട്, ലിസി ബാബു, ലിയോ ടോണി, TA ബാബു, S ബാലൻ, ടെൽമ ബേബി, മിഖായേൽ ഫുഡ്സ് ഡയറക്ടർ PD ജോസ്, മിഖായേൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് പാർട്ണർ ഗോഡ്വിൻ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,185 രൂപ, പവന് 1,13,480 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 14. പട്ടാമ്പി സ്വദേശി പ്രവീണാണ് ശസ്ത്രക്രിയക്കിടെ മരിച്ചത്. 4 പേരെ കാണാതായതായി കളക്ടർ. പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ട് നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും ധനസഹായം നൽകാനും തീരുമാനം. വെടിക്കെട്ട് അപകടമുണ്ടായ മുണ്ടത്തിക്കോട് പാടശേഖരത്തിൽ പോലീസ് വ്യാപക പരിശോധന നടത്തി. വെടിക്കോപ്പുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനായിരുന്നു പരിശോധന. മുണ്ടത്തിക്കോട് ദുരന്തത്തിന് കനത്ത ചൂട് കാരണമല്ലെന്ന് പെസോ. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധന പൂർത്തിയായി. ഷോർട്ട് സർക്യൂട്ട് ഉൾപ്പെടെയുള്ള അന്വേഷണ സാധ്യത പരിധി. വെടിക്കെട്ട് ശാലകളിൽ സുരക്ഷ കർശനമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കുമുള്ള പ്രത്യേക ധനസഹായ തുക വർദ്ധിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ച കുണ്ടന്നൂർ സ്വദേശി സുവിന്റെ സംസ്കാരം നടന്നു. പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ 100 കണക്കിന് പേർ അന്തിമോപചാരം അർപ്പിച്ചു. തൃശൂർ പൂരം നടത്തിപ്പിൽ തീരുമാനം നാളെ. സർക്കാർ തീരുമാനം അംഗീകരിക്കുമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.